നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ അദ്ദേഹത്തെ വിളിച്ച് ഉടനെ ബാധ്യത തീർക്കാന്നൊന്നും പറയാതിരുന്നാ മതി. നമ്മൾ അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ബാധ്യത തീർക്കാൻ പറ്റില്ല മക്കളെ. 6 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ 25 ലക്ഷം രൂപ നമുക്ക് എവിടുന്നേലും വരാനുണ്ടോ? അന്ന് നമ്മൾ ഈ കടബാധ്യതയൊക്കെ എങ്ങനെ തീർക്കാമെന്നാണോ വിചാരിച്ചത്, ആ ഒരു വഴി മാത്രമേ നമുക്ക് മുന്നിലിപ്പോ ഉള്ളൂ. ഈ വീട് വിൽക്ക. അന്ന് വീട് വാങ്ങാൻ തയ്യാറായി വന്ന മേനോൻ സാറ് ഇപ്പൊ നാട്ടിലുണ്ട്. സുശീലയുടെ വാക്ക് കേട്ട് അന്ന് അദ്ദേഹം പിന്മാറിയത് തെറ്റായി പോയെന്ന് പിന്നീട് എന്നോട് വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മേനോൻ സാറിനെ തന്നെ വീണ്ടും സമീപിക്കാമെന്നാ ഞാൻ വിചാരിക്കുന്നത്. എന്താ രഘുവിന്റെ അഭിപ്രായം? അമ്മ, ഞാനെന്ത് പറയാനാ? എല്ലാം അമ്മാവൻ തീരുമാനിച്ചാൽ മതി. എന്തായാലും ഓണമൊന്ന് കഴിഞ്ഞോട്ടെ. ആ, നീ അപ്പോഴേക്കും ടൗണിൽ നല്ലൊരു വാടക വീട് നോക്കി വെച്ചേക്കണം. തൽക്കാലം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടേക്ക് മാറാം. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എങ്ങനെയുണ്ട് രഘുവേട്ട ഞങ്ങളുടെ പൂക്കളം? കൊള്ളാം.